മറ്റൊരു വാർത്തയിലേക്ക് ഇ.പി. ജയരാജൻ ബി.ജെ.പിയിൽ നേതാക്കളുമായി ചർച്ച നടത്തിയതായി കെ സുധാകരൻ. ബി.ജെ.പിയിൽ ചേരാനുള്ള എല്ലാ നീക്കങ്ങളും ഇ.പി. ജയരാജൻ നടത്തിയെന്നും CPIM-ൽ നിന്നും ഭീഷണി ഉണ്ടായതിനാൽ പിന്മാറുകയായിരുന്നുവെന്നും സുധാകരൻ പറഞ്ഞു. ചർച്ച കഴിഞ്ഞു. ചർച്ച ഈ ശോഭ മുഖാന്തരം നടത്തിയ ചർച്ച നടന്നു. ചന്ദ്രശേഖരനും ചർച്ച നടന്നു ഒരു പരിധി വരെ എല്ലാം കടന്നങ്ങോട്ട് എത്തിയപ്പോൾ പാർട്ടിയിൽ നിന്ന് ഭയങ്കരമായ ഭീഷണി ജയരാജന് ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തൽക്കാലം പുള്ളി പിന്നോട്ട് മാറിയിട്ടുണ്ട്. വിശദാംശങ്ങളുമായി അമൽ ചേരുന്നുണ്ട്. അമൽ, ചെറിയൊരു ആരോപണമല്ല. CPIM-ന്റെ മുതിർന്ന നേതാവിനെതിരെ തന്നെയാണ് ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? വിദ്യ, തീർച്ചയായും ഇ.പി. ജയരാജനെതിരെ വലിയ രീതിയിലുള്ള ഒരു ആരോപണമാണ് കെ സുധാകരൻ ഉയർത്തിയിരിക്കുന്നത്. BJP-യുടെ മുതിർന്ന നേതാക്കളുമായി ഇ.പി. ജയരാജൻ ചർച്ച നടത്തി. അതായത് ശോഭാ സുരേന്ദ്രൻ, രാജീവ് ചന്ദ്രശേഖരൻ പോലുള്ള നേതാക്കളുമായാണ് ഇ.പി. ജയരാജൻ ചർച്ച നടത്തിയത്. BJP-യിലേക്ക് പോകുവാനുള്ള ഇ.പി. ജയരാജൻ BJP-യിലേക്ക് പോകുവാനുള്ള ഒരു നീക്കമാണ് ഇതിന് പിന്നിൽ എന്ന ഒരു ആരോപണമാണ് കെ സുധാകരൻ ഉയർത്തിയിരിക്കുന്നത്. ഗൾഫിൽ നിന്നുമാണ് ഈ ചർച്ച നടത്തിയതെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. തനിക്ക് വിശ്വസിക്കാൻ പറ്റുന്ന സോഴ്സിൽ നിന്നുമാണ് ഈ വിവരം ലഭിച്ചത്. എന്നാൽ ആ സോഴ്സ് വെളിപ്പെടുത്തുവാൻ വേണ്ടി തനിക്ക് സാധിക്കില്ല. ഒപ്പം തന്നെ എപ്പോഴാണ്, ഏത് സമയത്താണ്, ഏത് ദിവസമാണ് ഈ ചർച്ച നടത്തിയത്, അത്തരം കാര്യങ്ങളൊന്നും താൻ ഇപ്പോൾ വെളിപ്പെടുത്തുന്നില്ല. എന്നാൽ തനിക്ക് വിശ്വസിക്കാൻ പറ്റുന്ന സോഴ്സിൽ നിന്നുമാണ് ഈ വിവരം ലഭിച്ചത്. അതിനാൽ തന്നെ ഇതിനു പിന്നിൽ സത്യമുണ്ട് എന്ന കാര്യമാണ് കെ സുധാകരൻ നിലവിൽ പറഞ്ഞിരിക്കുന്നത്. അതേസമയം തന്നെ ഇ.പി. ജയരാജന് മുന്നിൽ BJP ഒരു ഓഫർ വെക്കുകയായിരുന്നു. ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിന്റെ ഗവർണർ സ്ഥാനം ഇ.പി. ജയരാജന് നൽകാം എന്നായിരുന്നു ആ ഓഫർ. ആ ഓഫറിൽ താല്പര്യം പ്രകടിപ്പിച്ചാണ് ഇ.പി. ജയരാജൻ BJP-യിലേക്ക് ചേരുവാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്. അതിന്റെ ഭാഗമായാണ് ഇവരുമായി ചർച്ച നടത്തിയതെന്നാണ് കെ സുധാകരൻ പറയുന്നത്. എന്നാൽ CPM-ൽ നിന്നും വലിയ രീതിയിലുള്ള ഭീഷണി ഇ.പി. ജയരാജനുണ്ടായി. അതിനാൽ തന്നെയാണ് നിലവിൽ ഇപ്പോൾ BJP-യിൽ അദ്ദേഹം ചേരാതിരുന്നത്. അതേസമയം തന്നെ ഈ പാർട്ടി സെക്രട്ടറി സ്ഥാനത്തേക്ക് MV ഗോവിന്ദനെ കൊണ്ടുവന്നതിലും ഇ.പി. ജയരാജന് വലിയ അതൃപ്തി ഉണ്ടായിരുന്നു. പരിചയ സമ്പത്ത് കൊണ്ടും ഒപ്പം തന്നെ മറ്റെല്ലാ ക്വാളിറ്റി കൊണ്ടും ഇ.പി. ജയരാജനായിരുന്നു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തേക്ക് എത്തേണ്ടിയിരുന്നത്. എന്നാൽ ഇ.പി. ജയരാജനെ തഴഞ്ഞുകൊണ്ടാണ് MV ഗോവിന്ദനെ പാർട്ടി സെക്രട്ടറി സ്ഥാനത്തേക്ക് എത്തിച്ചത്. അതിൽ വലിയ അതൃപ്തി അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഒപ്പം തന്നെ MV ഗോവിന്ദനുമായും ഒപ്പം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനുമായും ഇപ്പോൾ അത്ര നല്ല അടുപ്പത്തിലല്ല ഇ.പി. ജയരാജനുള്ളത്. ഇതൊക്കെയാണ് ഇ.പി. ജയരാജൻ ഇത്തരത്തിൽ BJP നേതാക്കളുമായി ചർച്ച നടത്താനുള്ള ഒരു കാരണം. എന്നാൽ പാർട്ടിയിൽ നിന്നും വലിയ ഭീഷണി ഉണ്ടായതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം അതിൽ നിന്നും നിലവിൽ ഇപ്പോൾ പിന്നോട്ട് വന്നതെന്നും കെ സുധാകരൻ പറഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ CPM-നെതിരെ വലിയ രീതിയിലുള്ള ആരോപണങ്ങളും കെ സുധാകരൻ ഉയർത്തിയിട്ടുണ്ട്. CPM നേതാക്കൾ ആരും തന്നെ BJP-ക്കെതിരെ ഒരക്ഷരം പോലും മിണ്ടുന്നില്ല. പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ പോലും ഒരക്ഷരം പോലും നിലവിൽ മിണ്ടുന്നില്ല. അത്തരത്തിലുള്ള കാര്യങ്ങൾ അടക്കമാണ് കെ സുധാകരൻ നിലവിൽ പ്രതികരിച്ചിരിക്കുന്നത്. വിദ്യ, അമൽ, ഒരു ഗവർണർ സ്ഥാനത്തിന് വേണ്ടി തന്റെ പ്രത്യയശാസ്ത്രങ്ങളെ മുഴുവൻ അടിയറ വെച്ച് ഇറങ്ങിപ്പോകുന്ന ഒരാളാണ് എന്നാണ് ഇപ്പോൾ സുധാകരൻ ഈ മാധ്യമങ്ങളിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. അങ്ങനെ ഒരു പ്രസ്താവന നടത്തിയിട്ടും CPIM-ന്റെ ഭാഗത്തുനിന്നും യാതൊരു തരത്തിലുള്ള പ്രതികരണവും ഇപ്പോൾ ലഭ്യമായിട്ടില്ല എന്നാണോ? വിജയ, കെ സുധാകരൻ ഈ ഒരു പ്രസ്താവന അല്ലെങ്കിൽ ഈ ആരോപണം ഉയർത്തിയിട്ട് അല്പസമയങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. എങ്കിൽ പോലും ഇപ്പോൾ ജില്ലയിലെയോ അല്ലെങ്കിൽ സംസ്ഥാനത്തെയോ CPM-ന്റെ നേതാക്കൾ ആരും തന്നെ നിലവിൽ ഇതുമായുള്ള പ്രതികരണങ്ങൾ ഒന്നും തന്നെ നടത്തിയിട്ടുണ്ടായിരുന്നില്ല. പ്രധാനമായും കെ സുധാകരൻ BJP-യിലേക്ക് പോകുന്നു എന്ന രീതിയിലുള്ള വലിയ വിമർശനങ്ങൾ കഴിഞ്ഞ കുറെ നാളുകളായി CPM ഉയർത്തുന്നുണ്ട്. ഇത്തരത്തിൽ കെ സുധാകരന്റെ പല പ്രസംഗങ്ങളും ഒപ്പം തന്നെ അഭിമുഖങ്ങളും ഒക്കെ തന്നെ അതിലെ ചില വീഡിയോകൾ കട്ട് ചെയ്ത് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ചായിരുന്നു ഇത്തരത്തിൽ കെ സുധാകരൻ BJP-യിലേക്ക് പോകുന്നു എന്ന തരത്തിലുള്ള പ്രചരണം നടത്തിയത്. ഒപ്പം തന്നെ സുധാകരന്റെ മുൻ PA കഴിഞ്ഞ ദിവസം BJP-യിൽ ചേർന്നിരുന്നു. ഇതൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു കെ സുധാകരനെതിരെ വലിയ ആരോപണം ഉയർത്തിയിരുന്നത്. അതിനൊരു തിരിച്ചടി എന്ന രീതിയിലാണ് നിലവിൽ കെ സുധാകരൻ ഇ.പി. ജയരാജനെതിരെ നിലവിൽ ഇത്തരത്തിലുള്ള ആരോപണം ഉയർത്തിയത്. താനല്ല BJP-യിലേക്ക് പോകുന്നത്, ഇ.പി. ജയരാജനാണ് BJP-യിലേക്ക് പോകുന്നത്. അതിന്റെ ചർച്ചകളൊക്കെ തന്നെയും നടന്നു കഴിഞ്ഞു. അത് തെളിവ് സഹിതം തന്റെ കയ്യിൽ ലഭിച്ചിട്ടുണ്ട്. അത്തരം കാര്യങ്ങളായിരുന്നു കെ സുധാകരൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇ.പി. ജയരാജനെതിരെ നടത്തിയ ഈ ഒരു ആരോപണവുമായി ബന്ധപ്പെട്ട് നിലവിൽ ഇപ്പോൾ CPM-ന്റെ നേതാക്കളൊന്നും തന്നെ പ്രതികരിച്ചിട്ടില്ല. ഒരു പക്ഷേ ഇന്ന് തന്നെ ഇതിനെതിരെ അല്ലെങ്കിൽ കെ സുധാകരനെതിരെയുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. വിദ്യ, ശരി അമൽ, വ്യക്തമാണ്. ഇ.പി. ജയരാജൻ BJP നേതാക്കളുമായി ചർച്ച നടത്തിയതായി കെ സുധാകരൻ ആരോപിക്കുന്നു. BJP-യിൽ ചേരാനുള്ള എല്ലാ നീക്കങ്ങളും ഇ.പി. ജയരാജൻ നടത്തിയെന്നും CPIM-ൽ ഭീഷണി ഉണ്ടായതിനാൽ പിന്മാറുകയായിരുന്നുവെന്നുമാണ് സുധാകരൻ ആരോപിക്കുന്നത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അമൽനാഥ് പാടിച്ചാൽ.